പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ ബോണിഫസിന്റെ സ്മരണ ആചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മെത്രാനും രക്തസാക്ഷിയുമായി സഭയെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിയ മഹാവിശുദ്ധനാണ് വിശുദ്ധ ബോണിഫസ്. അദ്ദേഹം അറിയപ്പെടുക ജർമ്മനിയുടെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കത്തില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കയ്പും കഷ്ടതയും നിറഞ്ഞ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് സമരം ചെയ്യാം. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പരിശുദ്ധ നിയമങ്ങളെ പ്രതി അവരോടുകൂടെ നിത്യസൗഭാഗ്യത്തിന് എത്തിച്ചേരുവാൻ നമുക്ക് മരിക്കാം. നാം കുരയ്ക്കുന്ന നായ്ക്കളാകരുത്, ഉറങ്ങുന്ന കാവൽക്കാരുമാകരുത്, ചെന്നായി വരുമ്പോൾ പലായനം ചെയ്യുന്ന കൂലിക്കാരുമാകരുത്. പ്രത്യുത സൂക്ഷ്മമുള്ള, ഉത്സാഹശീലമുള്ള, സമ്പന്നരും ദരിദ്രരുമായ എല്ലാത്തരം മനുഷ്യരോടും എല്ലാ പ്രായക്കാരോടും സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ഇടയന്മാരായിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഈ വചസ്സുകളിൽ തന്നെ എത്രമാത്രം തീക്ഷ്ണത അദ്ദേഹത്തിനുണ്ടായിരുന്നു, എത്രമാത്രം ഉജ്ജ്വല പ്രസംഗങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ആത്മാക്കളെ നേടുവാനും ദൈവത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുവാനും വിശുദ്ധ ബോണിഫസ് അവസാനം രക്തസാക്ഷിയായി തീർന്നു. തൻ്റെ ജീവൻ രക്തം കൊണ്ട് അദ്ദേഹം കർത്താവിനെ മകുടം ചാർത്തി. ഈ മഹാവിശുദ്ധൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളുടെ സഹനങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും കർത്താവിനെ കൂടുതൽ ആശ്രയിക്കുവാൻ, വിശ്വാസം മുറുകെ പിടിച്ച് ആത്മാർത്ഥമായി മുന്നേറുവാൻ, ജീവിത സമരത്തിൽ വിജയം കൈവരിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി ഇവരെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയാണ്. എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന എല്ലാ രോഗികളും തങ്ങളുടെ സഹനവും ഏകാന്തതയും കർത്താവിൻ്റെ പീഡാസനം ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷാകരമായ അനുഭവമാക്കി തരുവാൻ കൃപയ്ക്ക് വേണ്ടി ഇവരെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുകയും ചെയ്യും. സഹോദരേ, ദിവരഹസ്യം കൊണ്ടാണ് നാം യുവനാകേണ്ടത്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്തസാക്ഷി വിശുദ്ധ ബോണിഫസ് ഞങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം അതിരം കൊണ്ട് പഠിപ്പിച്ചതും രക്തം കൊണ്ട് മുദ്രണം ചെയ്തതുമായ വിശ്വാസം ദൃഢമായി ഞങ്ങൾ മുറുകെ പിടിക്കുകയും പ്രവൃത്തികളിലൂടെ വിശ്വാസതാപൂർവം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവും ഐക്യത്തിൽ
എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളവേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള നിർവചനങ്ങൾ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വാത്സല്യമുള്ളവരെ, ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രോയിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അതപ്പതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശ്വാസ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ ശത്രുക്കളും വളരെയാണ്. എങ്കിലും ഞാൻ അങ്ങയുടെ കൽപ്പനകൾ വിട്ടുമാറുന്നില്ല. അങ്ങയുടെ വചനത്തിൻ്റെ സാരാംശം സത്യം തന്നെയാണ്. അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ്. അവ എന്നെ നയിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. രാജാക്കന്മാർ അകാരണമായി എന്നെ പീഡിപ്പിക്കുന്നു. എങ്കിലും എൻ്റെ ഹൃദയം അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അവർക്ക് പ്രതിബന്ധം ഉണ്ടാവുകയില്ല. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷയിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു. എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുമ്പിലുണ്ടല്ലോ. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദത്തിന് കീഴിലാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകും. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാവുന്നത്? ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സഹോദരെ, നമ്മുടെ സ്നേഹബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്തിന് പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ ബോണിഫസ് സകല ശാരീരിക പീഡകളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങ് കൃപയാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് അങ്ങ് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ബോണിഫസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനോട് ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായ അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തിന്മാരുടെ കൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസ്ഥാന പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിശോധിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ച് കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് ദ്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും വിശുദ്ധ ബോണിഫസിനോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം.
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കാരുടെ സാദൃശ്യത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ഓർത്തുകൊണ്ട് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്തങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പൊന്നാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പൊന്നാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പൊന്നാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, സുഖവാചായികളെല്ലാം അവർ വാക്കുച്ചരിച്ചാൽ മാത്രം മതി. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതനായി സംരക്ഷിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ ബോണിഫസിന്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തരും പീഡാസനത്തിന് വിജയം ആക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടുകൂടി
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മനുഷ്യരുള്ള അഗാധമായ സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ മനുഷ്യരെ അതിലിട്ട് സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയം നമ്മെ വിളിക്കുക. മകനെ, മകളെ, ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന ഓരോ ചോരത്തുള്ളികളും നമ്മോട് പറയുന്നത് ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള അനന്തമായ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷത്തിന് നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യരെ സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയ ഭക്തിയിലേക്ക് നമുക്ക് കൂടുതൽ നടന്നെടുക്കാം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കിയില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങൾ രക്തത്തേക്കാൾ വർണ്ണമുള്ളതാണെങ്കിലും ഞാനിത് മഞ്ഞിനേക്കാൾ വെണ്ണുള്ളതാക്കി തീർന്നു. സ്നേഹോളീശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, മനുഷ്യരോട് കാണിക്കുന്ന വലിയ കരുണയും സ്നേഹവും ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ച് അറിയുകയും ലോകം വലിയ മഹാമാരിയുടെ കടന്നു പോകുമ്പോൾ അതിനേക്കാൾ വലുതാണ് നിന്റെ പരിപാലനമെന്ന തിരിച്ചറിവ്. ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ധൈര്യത്തിൻ്റെ,
വിശ്വാസത്തിൻ്റെ സ്ഥിരതയുടെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും വർഷിക്കണം. ഭയം ഞങ്ങളുടെ നിന്ന് വിട്ടുമാറട്ടെ. രോഗാവസ്ഥകൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. മാനസിക അസ്വസ്ഥതകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പെന്തക്കോസ്ത അനുഭവത്തിന് ആയിരിക്കുന്ന നിന്റെ ജനത്തെ കർത്താവേ നിന്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും യേശുവിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ ഈ നാടിനെയും ഞങ്ങളുടെ ഇടവകളെയും ഞങ്ങളുടെ യുവതയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മക്കളെയും മാതാപിതാക്കന്മാരെയും രോഗികളെയും ഒക്കെ കർത്താവെ അങ്ങേ കരവലയത്തിൽ സംരക്ഷിക്കട്ടെ. ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നവർ, ഓരോ ഭവനങ്ങളിലിരുന്ന് നിന്നോട് കേണപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന നീ ശ്രവിച്ചവർക്ക് വേഗം ഉത്തരം നൽകണമേ. അങ്ങനെ നീയാണ് യഥാർത്ഥ ദൈവമെന്ന് തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സ്വർഗത്തിലവർക്ക് പമേലിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മരണം വിസ്മയാവഹമായ ഉദാസികൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അങ്ങയുടെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്ന് വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴ്ന്നവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ